നമ്മളൊക്കെ ആരാധ്യനായ വൈദ്യലിംഗ ശർമ്മ മാഷയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഭാഗവത ആചാര്യന്മാർ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടിൽ ഇവിടെ അടുത്തായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ മഠം, ഇങ്ങനൊരു ഭാഗവത സത്രം നടത്താൻ തീരുമാനിച്ചത് ഏറ്റവും സമുചിതമായി. അത്രയും ഒരു മഹാനായിരുന്നു അദ്ദേഹം. എല്ലാ ശാസ്ത്രങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും അറിയും. അതിൻ്റെ തെളിവെന്താ? സരളതയും വിനയവും. മാഷെ കണ്ട ഇത്രയൊക്കെ അറിവുള്ള ആളാണ് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തെ പ്രഭാഷണങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. വലിയ ആധ്യാത്മിക വേദാന്ത വിഷയങ്ങൾ സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന ഗോവിന്ദൻകുട്ടി, അപ്പു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തമാശ രൂപത്തിൽ അദ്ദേഹം ചിരിക്കില്ല, നമ്മളൊക്കെ ചിരിക്കും. പക്ഷേ ഇങ്ങനെ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് കുട്ടികളെ ഇതാ കാക്ക 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 എന്ന് പറഞ്ഞിട്ട് അമ്മ വായലിക്ക് ചോറ് വിട്ടുകൊടുക്കില്ലേ, ഇതുമാതിരി നമ്മുടെ ഉള്ളിലേക്ക് ആ വലിയ ആശയങ്ങളെ, ദഹിക്കാൻ വിഷമമുള്ള ആശയങ്ങളെ സരളമായി നിത്യ ജീവിതത്തിലെ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്ന ഒരു മഹാനായ ഗുരുനാഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഗുരുനാഥനായിരുന്നു വിദ്യാഭ്യാസ രംഗത്തും ആധ്യാത്മിക രംഗത്തും ഒരുപോലെ. എനിക്കും അദ്ദേഹത്തിൻ്റെ ധാരാളം പ്രഭാഷണങ്ങൾ കേൾക്കാനും പാലക്കാട് ചിന്മയാമിഷനിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയി നടത്താനും അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഭക്തി ആദരവ് പ്രകാശിപ്പിക്കാൻ ഇവിടെ നിന്ന് വരാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കണം. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ മറ്റ് സത്രം പോലെ വിശേഷം പ്രഭാഷണങ്ങളൊന്നും ഇല്ലല്ലോ ടോപ്പിക്ക്. അപ്പോൾ പിന്നെ ഇപ്പം രാമായണമൊക്കെ വായിക്കുന്ന സമയമല്ലേ. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, പൊതുവേ നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ വഷളാവണം അല്ലേ. ഹിന്ദുക്കളുടെ ഇടയിൽ ധാരാളമാണിത് ഉണ്ടാവുന്നത് അല്ലേ. ചെറിയ കാര്യങ്ങളാണ് ഭാര്യാഭർത്താക്കന്മാർ തെറ്റി ഇതാവണത്. അതിൻ്റെ ഫലം, തിക്തഫലം അനുഭവിക്കുന്നത് ഇതുപോലെ കുഞ്ഞുങ്ങളാണ്. മനസ്സിലായോ? ഭർത്താവിനോട് ഭവ്യതയോടെ, ആദരവോടെ, സ്നേഹത്തോടെ പെരുമാറാൻ, സംസാരിക്കാൻ അറിയാത്ത ഭാര്യ, അത് തിരിച്ച് അതുമാതിരി പറ്റാത്ത ഭർത്താവ്, മാതാപിതാക്കന്മാരോട് ഭക്തി ആദരവോടുകൂടി പെരുമാറാൻ കഴിയാത്ത മക്കൾ, ഇതൊക്കെ കണ്ടും കേട്ടും വളരുന്ന നമ്മുടെ ന്യൂജൻ അവരുടെ കാര്യമാണ് വളരെ പരിതാപകരമായിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ 2-3 സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പാലക്കാടിൽ 3 സ്കൂളുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, ഗീതാ ക്ലാസ്. അപ്പോൾ പലപ്പോൾ ടീച്ചർമാർ പറയും കുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർ പ്രശ്നം, അവർക്ക് കോൺസെൻട്രേഷൻ ഇല്ല. ശരി, ടീച്ചർമാരെ അവരുടെ വീട്ടിലേക്ക് അയച്ച് അവരുടെ വീട്ടിലത്തെ സ്ഥിതി അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് എന്താ അറിയോ? ഈ വിഷമമുള്ള കുട്ടികളുടെയൊക്കെ പാരൻസ് തമ്മിൽ ശരിയല്ല. ആ പാരൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ തകരാറാണ്, ഇതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കുട്ടിയിൽ കാണുന്നത്. കുട്ടിക്ക് എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും? കുട്ടിയിൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, സൈക്കോളജിക്കൽ ഡിസോർഡർ എന്തെല്ലാമാണ് അവർക്കുണ്ടാവണേ. പിന്നെ അവരെ കൗൺസിലിങ്ങിന് വിധേയരാക്കുക. പക്ഷേ കുട്ടിയെ മാത്രം കൗൺസിൽ ചെയ്തിട്ട് കാര്യമില്ല, മാതാപിതാക്കന്മാർക്കാണ് ചെയ്യേണ്ടത്. ആദ്യമേ അവരോട്ട് വരൂല, അവർ അംഗീകരിക്കൂല. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ അധ്യാപകന്മാരുണ്ട്, നമ്മുടെ പല ആചാര്യന്മാരും. നിങ്ങൾക്കറിയാം നമ്മുടെ മൊത്തത്തിൽ വിദ്യാഭ്യാസത്തിൽ വരണ തകരാറ് എന്താ വെച്ചാൽ, ഈ രാമായണം പോലൊരു കുടുംബകഥ നമ്മൾ ഈ രാമായണ മാസത്തിൽ വായിച്ചുകൊണ്ടിരിക്കേണ്ടതെന്നല്ലാതെ അതിനെ നമ്മളൊന്ന് ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുന്നില്ല. ഇന്നത്തെ മോഡേൺ യുവാക്കളാരും നമ്മുടെ പ്രഭാഷണങ്ങൾക്കാരും വരില്ല. ന്യൂജനൊക്കെ വരണ കുറവാ അല്ലേ. എന്താ അവരുടെ വിചാരം? ഇതൊക്കെ പഴഞ്ചൻ, ഔട്ട്ഡേറ്റഡ്, അങ്ങനെയല്ലേ പൊതുവെ പറയാം. ഇതിൻ്റെ പ്രസക്തി എന്താ? പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ശൂലപാണി വാര്യരും അതുപോലെയുള്ള പല ജ്ഞാനാനന്ദ സ്വാമികളും അതുപോലെ പല മഹാത്മാക്കളോട് ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ ഇതാ പറയില്ലേ, ഈ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞാൽ വാര്യർ ഗുരുജിയൊക്കെ പലതും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, നമ്മൾ സാധാരണ കാണുന്നതല്ലാതെ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ടോപ്പിക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ, അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ രംഗം നമുക്ക് കാണാൻ സാധിക്കുക അയോധ്യാകാണ്ഡത്തിലാണ്. 2-ാം ഖണ്ഡത്തിൽ രാമൻ്റെ പട്ടാഭിഷേകം തീരുമാനിക്കുമ്പോഴാണ്. ശ്രീരാമൻ്റെ പട്ടാഭിഷേകം പെട്ടെന്നാണ് തീരുമാനിക്കുന്നത് മഹാരാജാവ് അല്ലേ. പാർലമെൻറ്റിൻ്റെ 0 അവറിലാണ് അനൗൺസ് ചെയ്യുന്നത് നാളെ രാവിലെ പട്ടാഭിഷേകം രാമന് ചെയ്യാമെന്ന്. അപ്പോൾ പലരും ചോദിച്ചു, ഭരതന് വീട്ടിൽ വലിയൊരു വിശേഷം നടക്കുമ്പോൾ എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവരെയും സൗകര്യം അനുസരിച്ചല്ലേ നമ്മളൊക്കെ അത് ചെയ്യാം, പ്ലാൻ ചെയ്യാം.
ഇവിടെ ഏറ്റവും രാമന് വേണ്ട പ്രിയപ്പെട്ട ഭരതനും ശത്രുഘ്നും സഹോദരങ്ങൾ അവിടെ ഇല്ലാത്ത സമയത്ത് അവർ വരണവരെ കാത്തിരുന്നോടെ വേണ്ട 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 വേണ്ട. ദശരഥനാണ് തിരക്ക് കൂട്ടണത് അല്ലേ. ദശരഥൻ വേണ്ട വേണ്ട വേണ്ട, നാളെ നല്ല മുഹൂർത്തം, നാളെ തന്നെ ചെയ്യണം. അപ്പം എന്താ അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ അഥവാ മോട്ടീവ് എന്ന് പറയും. പ്രവൃത്തി നന്നായാൽ പോരാ, പ്രവൃത്തി നന്നായതുകൊണ്ട് മാത്രം നല്ല ഫലം കിട്ടില്ല നമുക്ക്. ഇതാണ് കർമ്മ തിയറി. പ്രവൃത്തിയുടെ പുറകിലുള്ള ഉദ്ദേശത്തിന് ശുദ്ധി വേണത്രേ. ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദ ആക്ഷൻ എന്ന് പറയും, മോട്ടീവ് ബിഹൈൻഡ് ദ ആക്ഷൻ എന്ന് പറയും അല്ലേ. എന്തായി അദ്ദേഹം വാഗ്ദാനം കൊടുത്തിരുന്നു. ആദ്യം കോസല രാജകുമാരിയായ കൗസല്യ വിവാഹം കഴിച്ചു. അവർ സ്വാഭാവികമായിട്ട് ആദ്യത്തെ റാണിയാണ്, അവർക്കുണ്ടാവുന്ന കുട്ടി രാജാവാകും. അവർ പ്രസവിക്കാത്തതുകൊണ്ടാണ് കാശി രാജപുത്രിയായ സുമിത്ര വിവാഹം കഴിച്ചത്. അവർക്കും കുട്ടികളുണ്ടായില്ല, അവർക്കുണ്ടായ അവരാ രാജാവാവേണ്ടത്. പിന്നീടോ കേകയ രാജകുമാരിയെ വിവാഹം കഴിച്ചു. അവരോടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവർക്കിടെ കുട്ടിക്ക് രാജ്യം കൊടുക്കാമെന്ന് അല്ലേ. വാസ്തവത്തിൽ 3 പേരും പ്രസവിച്ചില്ല, അപ്പോൾ പിന്നെ അവർക്ക് അവകാശമില്ല. പിന്നെ എന്താ പറയുക, യാഗം നടത്തിയിട്ട് പ്രസാദം കഴിച്ചുണ്ടായതാണ്. അപ്പോൾ വാസ്തവത്തിൽ 3 പേർക്കും ക്ലെയിം ചെയ്യാം അല്ലേ. ഒരാൾക്ക് മാത്രമല്ല, അവകാശവാദം ഓരോരുത്തർക്കും ഉന്നയിക്കാം. ദശരഥ മഹാരാജാവിന് രാമനോടാണ് കൂടുതൽ സ്നേഹം എന്ന് പറയാൻ പറ്റില്ല, അറ്റാച്ച്മെൻ്റ് എന്ന് പറയണം. ആസക്തിയും സ്നേഹവും രണ്ടാണ്. മാനസികമായ ഒരു ഡിപ്പെൻഡൻസ്, ഒരു അടിമത്വമാണ് ആസക്തി അഥവാ അറ്റാച്ച്മെൻറ്റ്. സ്നേഹം നമ്മളെ സ്വതന്ത്രരാക്കുമ്പോൾ ആസക്തി നമ്മളെ കുടുക്കും. മനസ്സിലായോ? സ്നേഹത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഭയം ഉണ്ടാക്കും. നമുക്ക് അറ്റാച്ച്മെൻറ്റുള്ള ആളുടെ വേർപാട് അത് നഷ്ടപ്പെടുമോ? മനസ്സിലായില്ലേ? ടെൻഷൻ ഉണ്ടാക്കും, വറി ഉണ്ടാക്കും, നമ്മുടെ ശാന്തിയും സ്വസ്ഥതയും സമാധാനം കളയും. അതാണ് മനഃശാസ്ത്രം. അപ്പോൾ ഇവിടെ രാമനോടുള്ള അറ്റാച്ച്മെൻറ്റാണ് ദശരഥന്.